ഇനി എന്റെ അടുത്തൊരു ചോദ്യം. ഇപ്പോ സമീപകാലത്ത് ഇപ്പൊ സമീപകാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത്, അതുപോലെ ഒരു ഉസ്താദ് വരെ നിങ്ങളെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് വിമർശിക്കപ്പെട്ടതാണ് നമ്മുടെ ഒരു കൊടിമരവുമായി ബന്ധപ്പെട്ട്. ഞാനിങ്ങനെ വിചാരിക്കുന്നത് നിങ്ങളെന്താ ചോദിക്കാത്തതെന്ന്, കാരണം അതുമ്മലാണ് തുടക്കം. അതുമല്ലാണ് തുടക്കം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന ഇയാളെ താങ്ങി നടക്കുന്ന കുറേ താത്താമാരുണ്ടല്ലോ, കുറേ ആളുകളുണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഇയാൾ പറയുന്നൊരു പച്ചക്കളവാണ് ഇന്നിവിടെ തെളിയിക്കാൻ പോകുന്നത്. ഇത് ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന നൂറെ ഹബീബ് ഓൺലൈൻ ആത്മീയ മജ്ലിസ് നടത്തുന്ന ആ ഹാമിദിനെ സജ്ജാദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, മണ്ണാർക്കാട് സ്വദേശിയാണ്, പുല്ലശ്ശേരി ഭാഗത്തുള്ള സജ്ജാദ്, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പോലെ ചെയ്ത ഒരു വീഡിയോയുടെ ഭാഗമാണ് അത്. അന്ന് മുഴുവൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ മണ്ണാർക്കാടിലൊരു സഹോദരൻ അയച്ചു തന്നാണ് ഇങ്ങനെയൊരു സംഭവം. ഇതിൽ അദ്ദേഹം പറയുന്നത് ആർത്തവ കൊടിമരത്തെ സംബന്ധിച്ചാണ്. ആർത്തവ കൊടിമരം, പണമരം, അതിനെ സംബന്ധിച്ച് നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് അദ്ദേഹം അതിൽ പറഞ്ഞതിന് വിരുദ്ധമായിക്കൊണ്ട് പച്ചക്കളവാണ് ഇതിൽ പറയുന്നത്. നമുക്ക് കേൾക്കാം. രണ്ടാമത് വിവാദത്തിലാണ് ഈ ഒരു കൊടിമരത്തുമെന്നാണ് എനിക്ക് മനസ്സിലാവണേ. അതില് നിങ്ങൾ അത്രയും ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ആ ഒരു വീഡിയോയിൽ കാണുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വാസികളെ വഞ്ചിക്കാൻ അല്ലെങ്കിൽ അവരുടെ പൈസ ചൂന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയക്ക് നിങ്ങൾ ചെയ്തതല്ലേ? അത് നിങ്ങളെ ഒരു കാര്യം ചെയ്യാം, ഒന്നിന്റെ ഒപ്പം വരുമോ? കൊടിമരത്തിന്റെ അടുത്ത് ഒന്ന് അങ്ങോട്ട് നീങ്ങല്ലേ? ഓ ശരി. ചോദ്യങ്ങളോട് ചോദിച്ചത് അങ്ങനെ പോവാ. യഥാർത്ഥം ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. ഇത് കണ്ട ഞങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ സത്യം എന്താണ്. ഇതാണ് നമ്മളെ കൊടിമരം കേട്ടോ. ഇതാണ് കൊടിമരം. ആദ്യം ഇവിടെ ഇതിങ്ങനെ ഒരു കിണർ പോലല്ലേ ചെയ്തിരുന്നത്? ആദ്യം ഇതിങ്ങനെ ഇതെന്ത് സംഭവം ഇതിന്റെ യഥാർത്ഥങ്ങൾ കേട്ടോളി. ഇത് ഒരു ഇത് മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി കാട്ടിച്ചുറപ്പാപ്പാന്റെ കൊടിമരം. കൊടിമരം ഒരു ബർക്കത്താണ്. അത് മുജാഹിദുകളും ജമാഅത്തുകളും ഒക്കെ അതിനെ എതിർക്കും, മുസ്ലിങ്ങൾ എതിർക്കും, പിന്നെ അന്ധവിശ്വാസികൾ അതിനെ സപ്പോർട്ട് ചെയ്യും. മുജാഹിദീങ്ങളും ജമാഅത്തുകളും ഒന്നുമല്ല. ഇസ്ലാമിക വീക്ഷണപ്രകാരം അങ്ങനെ ഒരു കൊടിമരം ബർക്കത്തൊന്നുമില്ല. പിന്നെ കൊടിയൊക്കെ ഉണ്ട്. അത് യുദ്ധത്തിന് പോകുമ്പോൾ മുൻപിൽ പതാകവാഹകരൊക്കെ ഉണ്ടാവും, അതിലൊന്നും സംശയമല്ല. എന്നാൽ നിങ്ങളിത് ആളുകളേക്കൊന്ന് പൈസ വസൂലാക്കാൻ വേണ്ടിയിട്ടൊരു മുറ്റത്തൊരു കൊടിമരം കുത്തിയിട്ട് അതിന് 4 പുറം കട്ടയും വെച്ച് കെട്ടിയിട്ട് അതിൽ ഇങ്ങനെ ആളുകളെ കൊണ്ട് പണടിപ്പിച്ചിട്ട് ആ ബർക്കത്തുണ്ടല്ലോ, അത് മുസ്ലിങ്ങളാണ് എതിർക്കുക. പിന്നെ മുസ്ലിം നാമധാരികളായ അന്ധവിശ്വാസികൾ ലൈൽ വന്നിട്ട് പൈസ ഇടും ബർക്കത്തെടുക്കും ചെയ്യിച്ചെങ്കിൽ അത് നമ്മൾ ഉത്തരവാദിയല്ല. പറയാം. അപ്പൊ ഇതൊരു നമ്മൾ ഒരുപാട് സ്ഥലത്തുണ്ട് കൊടിമരങ്ങള് ഉണ്ട്. അപ്പൊ നൂറ് ഹബീബ് തങ്ങൾ ഇത് കാട്ടിച്ചിറപ്പാപ്പാൻ അനുസ്മരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കൊടിമരം ഇവിടെ വെക്കുന്നത്. ആയിരക്കണക്കിന് വിശ്വാസികൾ എന്ത് ചെയ്യും, ഇവിടെ ചികിത്സക്ക് വരലുണ്ട്. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യുന്നത്, ഈ കൊടിമരം കെട്ടിപ്പിടിച്ചിട്ട് എന്തുണ്ട് വലിയ രീതിയിൽ ആരാധിക്കുക. കൊടിമരം അത് പാടില്ല, തെറ്റാണ്, ഹറാമാണ്. ഈ കൊടിമരത്തിന്റെ ഇവിടെ കുറെ സമയം നിൽക്കുക, അത് പിടിക്കുക, അത് ഓതുക, അതൊന്നും പാടില്ല. അത് കണ്ടപ്പോ എന്തായിട്ട് എനിക്ക് തോന്നി ഇത് ചെയ്തത് ശരിയില്ല. നിർത്ത് തങ്ങളെ. അപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞത് എന്താണ്, ആളുകൾ അതിനെ ആരാധിക്കുന്നത് കാരണമാണ് അത് ശരിയല്ല എന്ന് തോന്നിയിട്ട് അതിൻ്റെ 4 പുറം ഒരു കിണർ പോലെ വട്ടത്തിൽ ഒരു കെട്ട് കെട്ടിയത് ഇല്ലേ? ഇവിടെ തങ്ങൾ പറഞ്ഞ ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രിയമുള്ളവരെ, എന്താ പറഞ്ഞത്? ആളുകൾ ആരാധിക്കുന്നത് കാരണം. എന്നാൽ അന്ന് പറഞ്ഞത് അതാണോ? ഇതാണ് ഇവിടുത്തെ ചോദ്യം. അന്ന് ഇദ്ദേഹം ഇതിന് കെട്ടിയതും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ വിപുലമായിക്കൊണ്ട് ആളുകളെയൊക്കെ കൂട്ടിയിട്ട് വീഡിയോ ചെയ്തിരുന്നല്ലോ. അത് കാണിക്കാം. എന്തായാലും കുറച്ചും കൂടി ഇയാൾ പറയട്ടെ. ഇതിൽ പൈസ പറയട്ടെ. ഇത് ചെയ്യുന്നത് എന്തില്ല, ശരിയില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എന്ത് കാട്ടി, അത് ചെയ്ത് ശരിയില്ല എന്ന് എന്തായാലും മൂപ്പർക്ക് തോന്നിയിട്ടുണ്ട്. ഇത് കെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഗേറ്റ് കാണുന്നുണ്ട് നിങ്ങൾ, ആ ഗേറ്റ്. അപ്പൊ ഇവിടെ ഞാൻ എന്താട്ടി, ഇവിടെ മാസാന്തരം മജ്‌ലിസ് നടക്കും. ഈ മാസാന്തരം മജ്‌ലിസ് നടക്കുമ്പോ ഇവിടെ പൈസ തരാനായിട്ട് ഒരുപാട് ആളുകൾ വരും. മക്കൾക്കും ഈ റോഡുമിലൊക്കെ ജനങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ ആ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യല്, കായ് വാങ്ങല്. മൂപ്പരെ പരിപാടി എന്താണ്? കായ് വാങ്ങലാണ്. ഈ കായ് എന്ന് പറയുന്നത് ക്യാഷാണ്, പണം വാങ്ങുക എന്നുള്ളതാണ്. അതിന് നോക്കത്താ ദൂരത്തോളം ആളുകൾ ഇയാൾക്ക് കൊണ്ടേ കൊടുക്കാനും നിൽക്കുകയാണ്. വല്ലാത്ത ജാതി വിശ്വാസമായി പോയി. 9 മണിയായപ്പോ ഗ്രൗണ്ടും
2 ഏക്കർ പിന്നെ ഗ്രൗണ്ടും പിന്നെ 1.25 ഏക്കർ ഡബ്ബറൊക്കെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് റോഡ് ബ്ലോക്കായി. ഡബ്ബർ എന്ന് പറഞ്ഞ റബ്ബറിനെയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ഏക്കർ ഗ്രൗണ്ടും 1.25 ഏക്കർ റബ്ബറും അതൊക്കെ തിങ്ങി നിറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തിങ്ങി നിറഞ്ഞ ആളുകളൊക്കെ പാടെ കൊടുക്കുന്ന പണം അത് എത്ര ഉണ്ടാവും സഹോദരന്മാരെ? ഇൻകം ടാക്സ് അതുപോലെ തന്നെ മറ്റുള്ള ടാക്സ് ഇതിനതൊന്നും ബാധകമല്ല തോന്നുന്നുണ്ട്. എന്താ അറിയില്ല, ചിലപ്പോൾ ചെന്ന് ചോദിക്കുമായിരിക്കും. ഇയാളിനെ പറയുന്നുണ്ടല്ലോ ഇത്രയും ആളുകൾ തിങ്ങി നിറഞ്ഞിട്ട് പണം കൊടുക്കാനാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? വല്ല അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നുണ്ടോ? യത്തീമക്കൾക്ക് കൊടുക്കാനാണ്, യത്തീമക്കൾക്ക് പെരവെക്കാനാണ്, യത്തീമക്കളെ കെട്ടിക്കാനാണെന്ന് പറഞ്ഞു. അനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും വഴിയിലൂടെ അത് പോകുന്നുണ്ടോ എന്നൊക്കെ അവർ നോക്കുമായിരിക്കും. അതൊക്കെ അവരുടെ കാര്യമാണല്ലോ അല്ലേ? ഓക്കെ, എന്തായാലും തങ്ങൾ പറയട്ടെ. അപ്പൊ ഞാൻ എന്ത് കാട്ടി, ഈ ജനങ്ങൾ തരുന്ന പൈസ നിർത്തി വെച്ചിട്ട് വേഗം എന്താട്ടി സദസ്സക്ക് പോയി. അപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ എന്തുണ്ട് ഇവരേക്ക് പൈസ തരാൻ കാത്തിക്കണ്ട്. ഒരു മിനിറ്റ്, എനിക്കൊരു സംശയമുണ്ട്. ഇവിടെ ആളുകൾ ഇങ്ങനെ പൈസ കൊടുക്കാൻ നിൽക്കുകയാണ്, അത് നിർത്തി വെച്ചിട്ടാണ് സദസ്സിക്ക് പോയിട്ടുള്ളത്. അവിടെ എന്താ നിധി ഉണ്ടോ? ഇവിടെ പണമാണ്, പണം ഇങ്ങനെ ആളുകൾ കൊടുക്കുകയാണ്, അത് നിർത്തി വെച്ചിട്ട് സദസ്സിക്ക് പോയിന്ന്. അപ്പോൾ അതിലേക്കും വലുതെന്തേലും വേണ്ടേ അല്ലേ? വല്ല നിധി ഉണ്ടാവുമായിരുന്നിരിക്കാം. ആളെന്താട്ടി ഇത് കണ്ടിട്ടു അത് ഈ കുടിമരത്തിൽ കിട്ടും. ഒരാളെ അയൽക്കാൻ കിട്ടൂ എന്നാണ് പറഞ്ഞത്. അത് ആരെ പറഞ്ഞ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും, അയാൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്തോ ആവട്ടെ, അതൊന്നുമല്ല യാഥാർത്ഥ്യമില്ല, അത് മറ്റൊന്നാണ്. നമുക്ക് വീഡിയോ ഇനിയും വരാനുണ്ട്. ഞാൻ എന്താട്ടിക്കണേ അങ്ങോട്ട് പോവുകയും ചെയ്തു, സദസ്സിക്ക് പോയിക്കണേ. ഒരാൾ എന്ത് ചെയ്തു, പൈസ ഇട്ടു. അപ്പൊ ഇവിടെ ഉള്ള എല്ലാരും എന്താട്ടി ഇതിൽ പൈസ ഇട്ടു. സദസ്സ് കഴിഞ്ഞു, മജ്‌ലിസ് കഴിഞ്ഞു. മജ്‌ലിസ് കഴിഞ്ഞപ്പോൾ ഇവിടെ നിറച്ച ആളായിരിക്കും. ആ നേരെ വന്ന് ഞാൻ എന്റെ റൂമിക്കാ പോണ്. ശരിക്കും ഈ കൊടിമരത്തിൽ പൈസ പോകണം ഞാൻ കാണാപ്പോഴറിയോ, ഈ വീഡിയോ പുറത്തു വന്നപ്പോഴാ. നോണ പറയല്ല. അതിലേക്കും വലിയ തള്ളു വേറുണ്ടോ? കാര്യം എന്താണെന്നറിയോ? അതിൽ പൈസ വീണത് വീഡിയോ പുറത്ത് വന്നപ്പോഴാണ് അറിയുന്നതെന്നാണ് പറഞ്ഞത്. അയാളുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള കൊടിമരത്തിൽ പണം വീണ് കിടക്കുന്നത് അയാൾ വീഡിയോ വന്നിട്ടാണ്. ആരോ വീഡിയോ എടുത്ത് പോയിട്ട് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കി പുറത്തിട്ടപ്പോഴാണ് മൂപ്പര് കാണുക എന്നുള്ളതാണ്. വല്ലാത്ത യാതി. നോണ പറയല്ല. പക്ഷെ ഞാൻ നോണ പറയൂല്ല. എന്റെ റബ്ബിനെ ഏൽപ്പിച്ചാൽ മതി. സത്യത്തിൽ സംഭവിച്ചത് ഇതാണ്. അത് പണി ചെയ്ത് വെച്ചത്. ആ പൈസ ഇടുന്ന സമയത്ത് ഇങ്ങനെ എന്തായിട്ടില്ല, ഇത് കെട്ടിയിട്ടില്ല. അത് കെട്ടിയിരിക്കണം. പക്ഷെ ഇത് പെയിന്റ് അടിച്ചിട്ടില്ല. ഇതിലിപ്പോ മണ്ണ് നടക്കും ചെയ്തു. ഇതൊരു ഇത് ജനങ്ങൾ ഇതിനെ ആരാധിക്കാൻ പാടില്ല. ആളുകൾ വന്നിട്ട് എന്നിട്ട് നിങ്ങൾക്ക് വേറെ കേൾക്കണം. ഒരു സഹോദരിന്റെ കസാലിട്ട് കയറിക്കണം തീർച്ചയായിട്ടും. അപ്പൊ അതിനോടൊക്കെ നമ്മൾ എതിരാണ്, മനസ്സിലായില്ലേ? പക്ഷെ കൊടിമരം ഒരു ബർക്കത്താണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ സത്യാവസ്ഥ ഇതാണ്. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം. എന്തായാലും ഖൈറും ഷറും നാളെ റബ്ബിയോട് പറയണ്ടേ. ആയിക്കോട്ടെ, വിശ്വസിച്ചു. ഇവിടെ പറഞ്ഞ ആ ഒരു കാര്യം, ഇവിടെ ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ടോ. ഇതിൻ്റെ മറ്റൊരു കാര്യം നോക്കാനുള്ളത്, കെട്ടിയിട്ട് തേച്ചിട്ടുണ്ടായിരുന്നില്ല, അതായത് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കിണർ പോലെയായിരുന്നു. ഇന്നത് നല്ല വൃത്തിക്ക് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് അതിൽ പച്ച പെയിൻറ്റൊക്കെ അടിച്ചിട്ട് പച്ച വിട്ടിട്ട് കളിയില്ല. എന്നിട്ട് ഈ പച്ച പെയിൻറ്റ് അടിച്ചിട്ട് അതിൽ മണലാണ് നിറച്ചിട്ടുള്ളത്. എന്തേ അതിട്ടാണ് മൂടാറുന്നത്? കുറച്ച് മണലിട്ടിട്ട് അതിന് മേലെ എന്ത് സിമെൻറ്റ് ഇടാറുന്നത്? അതൊരു കാലത്ത് മാന്തിയിട്ട് ഇനി ആളുകൾക്ക് പൈസ ഇടാനുള്ള ആ ഒരു ഭണ്ഡാരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഇനി ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇവിടെ ഇദ്ദേഹം പറയുന്നത് അത് ആളുകൾ ആരാധിക്കുന്നു, അത് കാരണം കൊണ്ട് ഞാനത് ഒഴിവാക്കിയെന്നാണ് പറഞ്ഞു. ഇദ്ദേഹത്തെ ഒരു ഉസ്താദ് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് ആലപ്പുഴക്കാരൻ അൻസാരി സുഹരി വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. അതിന് ശേഷമാണ് ഇതിന് ഒരു നീക്കുപോക്ക് ഉണ്ടായത്, അവിടുത്തെ പൈസകൾ നിർത്തിയതൊക്കെ. എന്നാൽ എൻ്റെ വിഷയം ഇതാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് അത് ആരാധിക്കപ്പെടുന്നു, അതുകൊണ്ടാണ് അതിൽ മണ്ണിട്ട് മൂടിയതും അതുപോലെ തന്നെ അത് പെയിൻ്റ് അടിച്ചതും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ തുടക്കത്തിൽ എന്താണ് പറഞ്ഞത്? പച്ചക്കളവല്ലേ ഇപ്പോൾ പറയുന്നത്, അതോ ആദ്യം പറഞ്ഞാണോ കളവ്? ആദ്യം പറഞ്ഞ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കുക. ഇത് നൂറെ ഹബീബ് തങ്ങളെ വീടിന്റെ മുറ്റാണ്. അള്ളാഹു ഒരുപാട് ഞാമത്ത് തന്നൊരു മുറ്റാണിത്. ഇത് കണ്ടോ നിങ്ങൾ? ഈ കൊടിമരം, ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട്. ഇത് ഇത് പറയാൻ പോവാണ്. ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും. അങ്ങനെ ഞാനിവിടെ ചികിത്സയ്ക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളിന്റെ വീടിന് മുറ്റത്തുണ്ടാവും. അങ്ങനെ ഞാൻ മണിക്കൂറിൽ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും. ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും. രണ്ട് കാക്കകള്. നമ്മളതെന്തില്ല, ശ്രദ്ധിച്ചില്ല. എല്ലാ ദിവസവും എന്താണ് ഇത്
ഇത് കരയാണ്. സംഭവം എന്താണെന്നില്ല നമുക്ക് മനസ്സിലായില്ല. അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ റബ്ബ് എനിക്ക് തന്നൊരു വരദാനാണ്, ഒരു നിഅമത്താണ്. അത് ഔലിയാക്കൾ മുഖേന കിട്ടിയത് തന്നെയാണ്. അപ്പോ ഈ കാക്കകൾ കരയുന്നത് എന്താ നമുക്കറിയില്ല. കുറെ ദിവസം നമുക്ക് മനസ്സിലായില്ല. പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി. എന്തുകൊണ്ടാണ് കാക്ക കരയുന്നറിയോ? തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊടുകയാണ്. തടി അശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട് ഈ കൊടിമരം തൊടുകയാണ്. അപ്പൊ എന്താണ്, ആ കൊടിന്റെ മുകളിൽ കാക്ക തൂറി. ഹക്ക് പറയണല്ലോ, വിമർശനമൊന്നും മറ്റും എനിക്ക് പ്രശ്നമില്ല. ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം? പറയണം. അങ്ങനെ എന്താക്കി മിനിങ്ങാണ് ഇത് കെട്ടി. അതിനുശേഷം ആ കാക്ക രണ്ടുപടെ വന്നിട്ടില്ല. അപ്പൊ അള്ളാഹു നമുക്ക് തന്നൊരു നിഅമത്താണ്. അപ്പൊ നൂറ് ഹബീബ് തങ്ങൾ ഇത് കാട്ടുറപ്പാപ്പാൻ അനുസ്മരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കൊടിമരം ഇവിടെ വെക്കുന്നത്. ആയിരക്കണക്കിന് വിശ്വാസികൾ എന്ത് ചെയ്യും, ഇവിടെ ചികിത്സക്ക് വരലുണ്ട്. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൊടിമരം കെട്ടിപ്പൊടിച്ചിട്ട് എന്തുണ്ട്, വലിയ രീതിയിൽ ആരാധിക്കുക. കൊടിമരം അത് പാടില്ല, തെറ്റാണ്, ഹറാമാണ്. ഈ കൊടിമരത്തിന്റെ ഇവിടെ കുറെ സമയം നിൽക്കുക, അത് പിടിക്കുക, അത് ഓതുക, അതൊന്നും പാടില്ല. അത് കണ്ടപ്പോ എന്തായിട്ട് എനിക്ക് തോന്നി ഇത് ചെയ്യുന്നത് ശരിയില്ല. പ്രിയമുള്ളവരെ, എന്താണ് അദ്ദേഹം പറയുന്നത്? ആർത്തവമുള്ള സ്ത്രീകൾ പോയിട്ട് ഈ കൊടിമരത്തുമ്മ തൊട്ടു. അപ്പോൾ കാക്ക തൂറിയത് ആർത്തവമുള്ള സ്ത്രീകൾ ഈ പണമരത്തുമ്മ തൊട്ടത് കാരണം കൊണ്ടാണ്. അതുകൊണ്ട് അതിന് കെട്ടി. ആ കെട്ടിയതിൽ പൈസ ഇട്ടു, ആളുകൾ കൊടുത്തിട്ട് പൈസ ഇട്ടു. ഇതല്ലേ പറയുന്നത്? ഇതിലേതാണ് സത്യം? ആരാധിക്കപ്പെടുന്നതാണോ, അതോ കാക്ക തൂറിയതാണോ, അതോ ആർത്തവമുള്ള സ്ത്രീകൾ വന്നിട്ട് അത് തൊടുന്നതാണോ? പറയും. ഈ വിഷയത്തിൽ അദ്ദേഹം നുണ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു നുണ പറയാറില്ല, നുണ പറയില്ല എന്നൊക്കെ പറഞ്ഞു. ഈ വിഷയത്തിൽ രണ്ട് കാര്യമാണ് പറയുള്ളത്. ഇത് ഏതാണ് സത്യം? ഹാമിദ് ആറ്റക്കോയ അതെന്തായാലും തീരുമാനാക്കൂല. ഹാമിദ് ആറ്റക്കോയക്ക് വേണ്ടിയിട്ട് ന്യായീകരിച്ച് നടക്കുന്ന ആളുകളെ, എന്നൊക്കെ തെറി പറയുന്ന സാധുക്കളെ നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇതുപോലെ പച്ചക്ക് ഇയാൾ രണ്ട് വീഡിയോയിൽ രണ്ട് കാര്യം പറഞ്ഞിട്ട് ഒന്ന് നുണയാണല്ലോ, എന്തായാലും രണ്ടും നുണയാണ്. അതൊന്നുമല്ല അവിടുത്തെ യാഥാർത്ഥ്യം, അത് മറ്റൊന്നാണ്. ഈ കൊടിമരം ഒന്നും കൂടി വിശദീകരിക്കുക. ഈ കൊടിമരം അവിടെ വിവാദമാക്കിയത് ഇയാളും ഇയാളുടെ ആളുകളും കൂടി വിവാദമാക്കിയതാണ്. എനിക്ക് തോന്നുന്നത് ഈ സുഹരി വിളിച്ചത്, അൻസാരി സുഹരി ആലപ്പുഴ വിളിച്ചത് പോലും ഇത് വിവാദമാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. കാര്യം അന്ന് ഒരു സ്ത്രീയെ അവിടെ മാരകമായിട്ട് ആക്രമിക്കുന്ന ഒരവസ്ഥ അത് നമ്മൾ പുറത്തു വിട്ടിരുന്നു. ഇയാൾ ക്യാമറയുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഒരു അസുഖമുള്ള സ്ത്രീയെ മർദ്ദിക്കുന്നതൊന്നും നമ്മൾ കണ്ടില്ല. പക്ഷേ ആ സ്ത്രീ മർദ്ദനമേറ്റ പോലെ കരയുന്നുണ്ടായിരുന്നു. എന്നാൽ സ്വന്തം കുടുംബത്തിൽ, സ്വന്തം ചോരകൾക്ക് മാനസിക രോഗമുണ്ട്, അത് മാറ്റാൻ ഇയാളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ കൊമ്പം ഭാഗത്തൊക്കെ കണ്ണ് കാണാതെ ഈ ബസ്സുകാരിൽ നിന്നും യാത്രക്കാരിൽ നിന്നുമൊക്കെ ഇങ്ങനെ കൈനീട്ടി വാങ്ങിയിരുന്ന കണ്ണ് കാണാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വഴിയെ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ വിഷയം അതല്ല. ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന ആള്, അദ്ദേഹം വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വികൃതമാക്കിക്കൊണ്ട് പലതും പറയുമ്പോൾ അത് നമ്മൾ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യം ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും അത് തുടരാനാണ് ഭാവമെങ്കിൽ നമുക്ക് മറ്റു പലതും തുറന്നു പറയലുകൾ നടത്തേണ്ടി വരും. അത് നടത്തിപ്പിക്കല്ലേ എന്നുള്ള ആ ഒരു കാര്യം കൂടിയും പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അതിൻ്റെ പിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.